السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. من لم يستشف بالقرآن فلا شفاه الله. صدق محمد رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നു നാം ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട, അതേസമയം നവീന ചിന്താഗതിക്കാരുടെ പരിഹാസത്തിനും ശിർക്കാരോപണത്തിനുമൊക്കെ വിധേയമായ ഒരു മഹത്തായ വിഷയമാണ്. അഥവാ ഉറുക്കും മന്ത്രവും ഇസ്ലാമിക ദൃഷ്ടിയിൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വിശ്വസിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ചികിത്സ തേടും പോലെ തന്നെ അവർ രോഗശമനത്തിനു വേണ്ടി ആശ്രയിക്കുന്ന വലിയൊരു ഭാഗമാണ് ആത്മീയ ചികിത്സ. ഇതേക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട്, ഹദീസ് കൊണ്ട്, ശിർക്ക് കലരാത്ത നല്ല നല്ല ദിക്റുകളെ കൊണ്ടും മറ്റും മന്ത്രിക്കുന്നതും, ആ മന്ത്രിക്കുന്നത് ഉറുക്കായി എഴുതിക്കെട്ടുന്നതും ഇതു സംബന്ധിച്ചുള്ള ചർച്ചയാണ് പ്രധാനമായും ഇവിടെ കടന്നു വരുന്നത്. രോഗം സുഖപ്പെടുത്തുന്നത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. അങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഷാഫി പടച്ച തമ്പുരാനാണ്, ശിഫ നൽകുന്നത് അവനാണെന്ന് വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതേസമയം നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ ഒരു വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി വിശ്വാസികൾ മന്ത്രിക്കുന്നതും ഉറുക്കുകെട്ടുന്നതും തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതേ ചോദ്യം നമുക്ക് തിരിച്ചും ചോദിക്കാലോ. ഭൗതിക ചികിത്സ തേടി ഡോക്ടർമാരെ സമീപിക്കുന്നതിന്റെ വിധി എന്ത്? അള്ളാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നതെങ്കിൽ എന്തിനു ഡോക്ടറുടെ അടുത്ത് പോകണം?
എന്തിന് ഭൗതിക ചികിത്സകൾ തേടി പോകണം? ഇവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലാഹു തആല രോഗങ്ങൾക്ക് ചികിത്സാ രീതികൾ നിയമിച്ചിട്ടുണ്ട്. ആ ചികിത്സകളുമായി ബന്ധപ്പെടുമ്പോൾ അല്ലാഹു ആ രോഗം സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നത് ഒരിക്കലും അധികപ്പറ്റല്ല. അത് വിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നവുമല്ല. ഭൗതിക ചികിത്സ പോലെ തന്നെ ആത്മീയ ചികിത്സകളും ധാരാളമുണ്ട്. വിശുദ്ധ ഖുർആൻ ലോകർക്ക് ശമനൌഷധമാണ് എന്ന് നല്ല ഒരു സിദ്ധൌഷധമാണ് എന്ന് അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നത് കാണാം. സൂറത്തുൽ ഇസ്രാഇന്റെ 82-ാം വചനം, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും നാം ഇറക്കുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്ന് നാം ജനങ്ങൾക്ക് വേണ്ടി ഇറക്കുന്നു മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് ഔഷധവീര്യമുള്ള കാരുണ്യമായ വിശുദ്ധ ഖുർആനിന്റെ ഭാഗങ്ങളെ നാം ഇറക്കുന്നു. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ശിഫാ ആണ്, റഹ്മത്താണ്. എന്നാൽ ഇതിൽ വിശ്വാസമില്ലാത്ത അക്രമികളെ സംബന്ധിച്ചിടത്തോളം, ഈമാനില്ലാത്ത അക്രമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശുദ്ധ ഖുർആൻ നാശത്തെയല്ലാതെ വർദ്ധിപ്പിക്കില്ല, നാശമല്ലാതെ വർദ്ധിപ്പിക്കില്ല. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. എന്തിനാണ് ഇത് പറയേണ്ടി വരുന്നത്? ഈ ആയത്തിൽ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുള്ള കിബർ, ഹസദ് പോലെയുള്ള രോഗങ്ങൾക്ക്, കുഫർ, നിഫാഖ് പോലെയുള്ള രോഗങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഉത്തമമായ ഒരു സാരോപദേശ ഗ്രന്ഥമാണ്. ആ നിലക്കല്ലേ ഇവിടെ ഖുർആൻ ശിഫാ ആണ് എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ജനങ്ങളെ വട്ടം കറക്കുന്നവരുണ്ട്. തീർച്ചയായും ആന്തരികമായ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ആത്മീയമായ രോഗങ്ങൾക്ക് ഖുർആൻ ഏതുപോലെ ശിഫ ആണോ അതേ രൂപത്തിൽ തന്നെയാണ് ശാരീരിക രോഗങ്ങൾക്കും ഖുർആൻ ശിഫയാണ് എന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണാം. വഅലം അന്നൽ ഖുർആന ശിഫാഉൻ മിനൽ അംറാദിർ റൂഹാനിയ്യ. ആത്മീയ രോഗങ്ങൾക്ക്, കുഫർ, നിഫാഖ്, ഹസദ് പോലെയുള്ള ആത്മീയ രോഗങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ സിദ്ധൌഷധമാണ്, ശമനമാണ്. വശിഫാഉൻ ഐളൻ മിനൽ അംറാദിൽ ജിസ്മാനിയ്യ. മാത്രമല്ല ശാരീരിക രോഗങ്ങൾക്കും ആത്മീയ രോഗങ്ങൾക്ക് ശിഫയായതുപോലെ തന്നെ ശാരീരിക രോഗങ്ങൾക്കും അത് ശിഫയാണെന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് കാണാം. അമ്മാ കൗനുഹു ശിഫാഅൻ മിനൽ അംറാദിർ റൂഹാനിയ്യത്തി ഫളാഹിറു. ആത്മീയ രോഗങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ശിഫയാണ് എന്നത് ഫളാഹിറു, ആ കാര്യം വളരെ വ്യക്തമാണ്. അത് പറയേണ്ടതില്ല, സമർത്ഥിക്കേണ്ടതില്ല. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഇത്തരം കുഫർ, നിഫാഖ് പോലെയുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സാ മുറകൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ആത്മീയ രോഗങ്ങൾക്ക് ചികിത്സ തന്നെയാണ്. പക്ഷെ ആത്മീയ രോഗങ്ങൾക്ക് മാത്രമല്ല ശാരീരിക രോഗങ്ങൾക്കും ശിഫയാണെന്ന് പറഞ്ഞല്ലോ. അത് വിശദീകരിക്കുന്നു. വാമ്മാ കൗനുഹു ശിഫാഅൻ മിനൽ അംറാദിൽ ജിസ്മാനിയ്യ. ശാരീരിക വൈകല്യങ്ങൾക്ക് ഇതെങ്ങനെയാകുന്നു ശിഫയാകുന്നത്? എങ്ങനെയാണ് ഇത് ശിഫയാകുന്നത്? ഫലിഅന്ന തബറുക ബിഖിറാഅതിഹി യദ്ഫഉ കസീറൻ മിനൽ അംറാദ്. കാരണം ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെ ധാരാളം രോഗങ്ങൾ അത് തട്ടിക്കളയും, അത് സുഖപ്പെടുത്തും, അത് ദൂരീകരിക്കുമെന്നതിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ഇതേ ആശയം തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബിയും പറഞ്ഞത് കാണാം. വശിഫാഉൻ മിനൽ അംറാദിൽ ളാഹിറ ബിർറുഖാ വതഅബ്ദി വനഹ്വിഹി. മന്ത്രം, ഏലസ് കെട്ടുക, ഇത്തരം കാര്യങ്ങളെ കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മന്ത്രിച്ചും എഴുതിക്കെട്ടിയുമൊക്കെയുള്ള ചികിത്സാ മുറകളിലൂടെ മനുഷ്യന്റെ ഭൗതിക രോഗങ്ങളും സുഖപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി
തന്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ടവർ തന്റെ തഫ്സീർ റൂഹുൽ ബയാനിൽ വിശദീകരിക്കുന്നത് കാണാം. വഅലം അന്നൽ ഖുർആന ശിഫാഉൽ ലിൽ മർദിൽ ജിസ്മാനി അയ്ളാ. നീ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആൻ അത് ശാരീരിക രോഗത്തിനും ശിഫയാണ്. അയ്ളൻ വീണ്ടും എന്ന് പറഞ്ഞാൽ ആത്മീയ രോഗങ്ങൾക്ക് ശിഫയായതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, മല്ലം യസ്തശ്ഫി ബിൽ ഖുർആൻ ഫലാ ശഫാഹുല്ലാഹ്. വിശുദ്ധ ഖുർആൻ ശിഫയായി തന്റെ രോഗങ്ങൾക്കുള്ള ശമനമാർഗമായി വിശുദ്ധ ഖുർആനിനെ ആരാണോ കാണാത്തത്, മല്ലം യസ്തശ്ഫി ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ചികിത്സിക്കാത്തവനാരാണോ, ശിഫ തേടാത്തവനാരാണോ, ഫലാ ശഫാഹുല്ലാഹ്, അവന്റെ രോഗം അല്ലാഹു സുഖപ്പെടുത്താതിരിക്കട്ടെ. എത്രമാത്രം ഗൗരവമുള്ള വാക്കാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അല്ലാഹു മാത്രമാണ് ഷാഫി എന്ന് പറഞ്ഞ് ശിഫ നൽകുന്നത് പടച്ചറബ് മാത്രമാണ്, മറ്റേതു മേഖലകളെയും നിങ്ങൾ സമീപിക്കരുതെന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്ത് പോകുന്നുണ്ട്, ഗുളിക കഴിക്കുന്നുണ്ട്, മരുന്ന് കുടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്.